Hallo, guten Tag. Willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്നത്തേലും വ്യത്യസ്തമായിട്ട് ജർമ്മൻ വായിക്കാൻ എങ്ങനെ പഠിക്കാൻ നോക്കാം. വളരെ എളുപ്പമുള്ള സെൻറ്റൻസ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഒരു 5 ഇതുപോലെ ചെറിയ ബോക്സ് ഉണ്ടല്ലേ, ഇതുപോലെ ഒരു 5 ചെറിയ പാസേജുകളുണ്ട്. അത് നമുക്ക് വായിച്ചിട്ട് അവസാനം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു ടാസ്കും കൂടി തരുന്നുണ്ട്. ഓക്കെ, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുകയാണെങ്കിൽ സ്കിപ്പ് ഒന്നും ചെയ്യരുത്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെറ്റ്വർക്ക് നോയയുടെ A2 കോഴ്സ് ബുക്കാണ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് താളം എന്ന് പറയുന്നത് ബെന്നാണ്. ബെൻ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. Meine Eltern sind schon Rentner und leben auf dem Land. Ich habe einen Bruder und eine Schwester. Mein Bruder ist geschieden und hat eine Tochter. Sie ist total süß. Meine Schwester hat noch keine Kinder, ich auch nicht, aber in ein paar Jahren möchte ich gern Kinder haben. ഇതിൽ പറഞ്ഞിരിക്കുന്നത് My parents are already retired. Meine Eltern. So ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, നോമിനാറ്റീവ്. Sind schon means already. My parents are already retired. എൻ്റെ പേരൻസ് ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞു. റെൻറ്റിനർ മീൻസ് റിട്ടയർഡ് എന്നാണ് മീനിങ്. ഓക്കെ, എൻ്റെ പാരൻസ് റിട്ടയർഡ് ആയി കഴിഞ്ഞു. und അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഏതാണ്? സിന്ത്. സൈൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെർബ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മൈന എൽട്ടേൺ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. സോ ഇഷ് ബിൻ ദു ബീസ്റ്റ് എയർ സി എസ് എന്ന് പറഞ്ഞ് നമ്മൾ കോൺജുഗേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. സോ പ്ലൂറൽ വരുമ്പോഴത്തേക്ക് സൈൻ എന്നുള്ളത് സിന്തായിട്ട് മാറും. മൈന എൽട്ടേൺ സിന്ത് ഷോൺ റെൻറ്റിനർ. അതുപോലെ തന്നെ ലേബൻ. ലേബൻ മീൻസ് ടു ലിവ്. അപ്പോൾ അവരെവിടെയാണ് താമസിക്കുന്നത്? ഔഫ് ദീം ലാൻഡ്. ഔഫ് ദീം ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രയോഗമാണ്. അത് കൺട്രി സൈഡിലാണ് അവർ താമസിക്കുന്നത്. അതായത് സിറ്റി സൈഡല്ല, സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. Ich habe einen Bruder und eine Schwester. haben അക്യൂസാറ്റീവ് വെർബാണ്, അതുകൊണ്ടാണ് ഇവിടെ einen en വന്നിരിക്കുന്നത്. ബ്രൂദർ എന്ന നൗണിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഡെയർ ആണ്. ഓക്കെ, സോ ഡെയർ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുമ്പോൾ einen നാവും. കാര്യം ഇവിടെ അക്യൂസാറ്റീവാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ einen ബ്രൂദർ und eine Schwester. die Schwester ഇത് ഫെമിനിൻ ആണ്. സോ eine. mein Bruder ist geschieden. അതായത് മൈ ബ്രദർ ഈസ് ഡിവോഴ്സ്ഡ്. എൻ്റെ ബ്രദർ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫോമാണ്. ഈസ്റ്റ് ഗഷീഡൻ. സൈനാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂവ്മെൻ്റ് ഉള്ള വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതിൻ്റെ ഒരു സ്ഥാനം, അതിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാക്കുന്ന ചില വെർബുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ടു ബ്രേക്ക്, അതായത് പൊട്ടുക. ഇപ്പോൾ ഒരു ഗ്ലാസ് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മരിക്കുക, സ്റ്റെർബൻ. അപ്പോൾ അതുപോലെയുള്ള വെർബിനൊക്കെ സൈനായിരിക്കും നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യുക. ഏത് കേസിലാണ്? ഇത് പെർഫെക്റ്റ് ഫോമിൽ, ഓക്കെ, കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെർബിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടാകുന്നൊരു ചേഞ്ചാണ്. സോ സൈനാണ്. അത് മൈൻ ബ്രൂദറിനെ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലാർ. സോ ist geschieden. ഓക്കെ, und hat eine Tochter. die Tochter ഇത് ഫെമിനിൻ നൗണാണ്. സോ eine Tochter. sie ist total süß. അവളെന്ന് പറയുന്നത് നല്ല ക്യൂട്ടാണ്. ഷീ ഈസ് റിയലി ക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, meine Schwester hat noch keine Kinder. എൻ്റെ സിസ്റ്ററിന് ഇതുവരെ കുട്ടികളൊന്നുമില്ല.
Ich auch nicht. എനിക്കും. Auch means എനിക്കും. എനിക്കും കുട്ടികളൊന്നുമില്ല. Aber in ein paar Jahren. അതായത് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എനിക്കും കുട്ടികൾ ഉണ്ടാവാനായിട്ട് എന്താണ് താല്പര്യമുണ്ട്. ഗെയിൻ മീൻസ് ഗ്ലാഡ്ലി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ബെൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് മരി എന്താണ് പറയുന്നതെന്ന് നോക്കാം. Nach der Schule habe ich eine Ausbildung gemacht und jetzt arbeite ich als Bankkauffrau. Ich habe nette Kollegen und meine Arbeit macht mir Spaß. Aber vielleicht studiere ich auch noch an der Uni. Mal sehen. Nach der Schule, അതായത് സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് habe ich eine Ausbildung. ഇത് Ausbildung ഇതൊരു നൗണല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. Ausbildung ഈ UNGയിൽ അവസാനിക്കുന്ന നൗണൊക്കെ ഫെമിനിൻ ആർട്ടിക്കിളായിരിക്കും. അതായത് ഡി ആർട്ടിക്കിളായിരിക്കും വരിക. സോ ഞാൻ എൻ്റെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു Ausbildung എന്ന് പറയുന്നത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അപ്പോൾ അത് ഞാൻ ചെയ്തു. ഇവിടെയും പെർഫെക്റ്റ് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാത്ത് gemacht. മഹൻ എന്നതാണ് വെർബ്. സോ ഹാത്ത് gemacht. ഞാൻ ഈ ഹാത്ത് gemacht എന്ന് എഴുതിയിരിക്കുന്നത് ARCS തേർഡ് പേഴ്സൺ സിംഗുലർ അതിൻ്റെ ബേസിലാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഷ് എന്ന പേഴ്സണൽ പ്രൊണോമൻ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? habe ich eine Ausbildung gemacht. Okay. Und jetzt arbeite ich als Bankkauffrau. Jetzt means now. Arbeite ich als. ഇപ്പം ഞാൻ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ബാങ്കിലെ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. അൽസ് മീൻസ് ആസ്. എന്തായിട്ടാണ് മീൻസ് ജോലി ചെയ്യുന്നത് എന്തായിട്ടാണ് എന്നതാണ് അവിടെ ചോദിക്കുന്നത്. Ich habe nette Kollegen und meine Arbeit macht mir Spaß. എനിക്ക് നല്ല കൊളീഗ്സാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതൊക്കെ നെറ്റ്. ഓക്കെ, നല്ല കൊളീഗ്സാണ്. അതുപോലെ തന്നെ എൻ്റെ ജോലി മഹ്റ്റ് മിയർ സ്പാസ് എന്ന് ഉപയോഗിക്കുന്നത് അതൊരു ഫ്രേസാണ്. എൻ്റെ ജോലി എനിക്ക് നല്ല എൻ്റർടൈനിങ് ആണ്, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്പാസ് മഹൻ, ഇതാണ് സ്പാസ് മഹൻ. ഇതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ മഹൻ ഇവിടെ കോൺജുഗേറ്റ് ചെയ്ത് നമ്മൾ എഴുതി മിയർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. എൻ്റെ ജോലി, അതായത് ജോലി എനിക്ക്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എനിക്ക് എന്താണ് സ്പാസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Aber vielleicht studiere ich auch noch an der Uni. അതായത് maybe I will also study at university. ചിലപ്പോൾ ഞാൻ ഇനി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചേക്കാം. ഓക്കെ, ഉണി എന്ന് പറഞ്ഞേക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്, അത് ഷോർട്ടാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചേക്കാം. മാൽ സേയൻ മീൻസ് ഉറപ്പില്ല, ലെറ്റ് സീ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് മറ്റിയു ആണ് പറഞ്ഞിരിക്കുന്നത്. Meine Mutter kommt aus Österreich und mein Vater ist in Italien geboren. Ich habe also 2 Muttersprachen und spreche Italienisch und Deutsch fließend. Ich habe auch Englisch und Französisch gelernt, aber Französisch spreche ich nur ein bisschen. Meine Mutter kommt aus Österreich. എൻ്റെ അമ്മ എന്ന് പറയുന്നത് എവിടെ നിന്നുള്ളതാണ്? ഓസ്ട്രിയയിൽ നിന്ന്. ഓസ്റ്ററൈഷ് എന്ന് പറയുന്നത് ഓസ്ട്രിയാണ്. ഓക്കെ, ഓസ്ട്രിയയിൽ നിന്നാണ് എൻ്റെ അമ്മ. അതേസമയം ഫാദർ ആണെങ്കിലോ ഈസ്റ്റ് ഇൻ ഇറ്റാലിയൻ ഗെബോറൻ. ഓക്കെ, സോ ഇവിടെയും പാർട്ടിസിപ്സ് വൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ സൈനാണ് ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, സോ മൈ മദർ ഈസ് ഫ്രം ഓസ്ട്രിയ ആൻഡ് മൈ ഫാദർ was born in Italy. Ich habe also 2 Muttersprachen. എനിക്ക് 2 നേറ്റീവ് ലാംഗ്വേജസ് ഉണ്ട്. Muttersprachen. Okay. Und spreche
ഇറ്റാലിയനിഷ് und Deutsch. അതുകൊണ്ട് ഞാൻ ഇറ്റാലിയനും അതുപോലെ ജർമ്മനും സംസാരിക്കും. ഫ്ലീസെൻറ്റ് മീൻസ് ഫ്ലുവൻറ്റ്, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കും. Ich habe auch Englisch und Französisch gelernt. ഇവിടെയും പാർട്ടിസിപ്സ് വായാണ്. ഹാത്ത് ഹാബൻ ഇവിടെ gelernt. സോ ഹാത്ത് gelernt. lernen എന്നതാണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, സോ അത് പെർഫെക്റ്റ് ഫോമാണ്. അതായത് ഞാൻ ഓൾറെഡി എന്താണ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫ്രഞ്ചും പഠിച്ചിട്ടുണ്ട്. പക്ഷേ aber ഫ്രാൻസിയോസിഷ് പ്രേഷർ ഈഷ് ന്യൂവർ ഐൻ ബിഷൻ. പക്ഷേ ഞാൻ ഫ്രഞ്ച് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഇതാണ് മത്തിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് യോനസിന് എന്താ പറയാനുള്ളത് നോക്കാം. Ich komme aus Basel und lebe jetzt in Zürich. അപ്പം ഞാൻ എന്താണ് ബാസൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫ്രം ഔസ്. ഓക്കെ, Ich komme aus Basel. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? Jetzt in Zürich. ഇപ്പോൾ സ്യൂറിഷിലാണ് താമസിക്കുന്നത്. ആൻഡ് meine Freundin und ich haben ein Apartment in Stadtzentrum. അതായത് എനിക്കും എൻ്റെ ഗേൾ ഫ്രണ്ടിനും കൂടി സ്റ്റാഡ്സെൻട്രം സിറ്റി സെൻറ്ററിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മൈന ഫ്രോയിൻഡിൻ, ഫെമിനിനാണ് അല്ലേ, മൈന ഫ്രോയിൻഡിൻ. പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് okay, so yeah, meine Freundin und ich haben ein Apartment im Stadtzentrum. Wir haben es zusammen renoviert. ഞങ്ങൾ ഒരുമിച്ച്. സോ wir haben എസ് എന്ന് പറയുന്നത് ഇറ്റ് എന്താണ് ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ്. സുസാമൻ മീൻസ് ടുഗദർ, ഒരുമിച്ചാണ് അത് റിനോവേഷൻ ചെയ്തത്. ഓക്കെ, യെസ് ഇസ് ക്ലൈൻ അഡ്ജക്റ്റീവാണ്. അത് ചെറുതാണ്, അതായത് അപ്പാർട്ട്മെൻറ്റ് ചെറുതാണ് പക്ഷേ ബ്യൂട്ടിഫുൾ ആണ്. ഷ്യോൺ uns gefällt das Leben in der Stadt. uns എന്ന് പറയുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വെർബ് ഏതാണ്? gefallen. gefallen means to please somebody അല്ലെങ്കിൽ സംതിങ്. അതായത് to please, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക. അതായത് ഞങ്ങൾക്ക് ഈ സിറ്റിയിലെ ലൈഫ് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉൻസ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദസ് ലേബൻ. ഓക്കെ, ദസ് ലേബൻ. അപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കും ഇനി ഉൻസ് ആണോ ഇതിലെ സബ്ജക്റ്റ്, പക്ഷേ അങ്ങനെയല്ല. സോ ഉൻസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതായത് ഞങ്ങൾക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ആ ലേബൻ, അതായത് ഈ സിറ്റിയിലെ ലൈഫ് എന്ന് പറയുന്നത് ഇഷ്ടമാണ്. aber manchmal ist es auch ein bisschen laut und stressig. പക്ഷേ ഇത് ചില സമയം ഭയങ്കര എ ബിറ്റ് നോയ്സി ആൻഡ് സ്ട്രെസ്ഫുൾ. സിറ്റി ലൈഫ് നമുക്കറിയാലോ, ഭയങ്കര നോയ്സി ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രെസ്ഫുള്ളും ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ടെക്സ്റ്റ് കൂടി നോക്കാം. യൂലിയാണ് പറഞ്ഞിരിക്കുന്നത്. Ich treffe gern meine Freundinnen und Freunde, dann kochen wir zusammen oder gehen ins Restaurant. Ich mache auch gern Sport. Ich spiele Basketball und ich reite. Meine Eltern haben ein Pferd. Am Wochenende auf dem Sofa liegen und ein gutes Buch lesen. Das finde ich auch toll. Ich treffe. Treffen എന്നതാണ് ഇവിടുത്തെ വെർബ്. ടു മീറ്റ്, കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് മീനിങ് വരുന്നത്. അതായത് ഐ ലൈക്ക് മീറ്റിംഗ് മൈ ഫ്രണ്ട്സ്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫീമെയിൽ ഫ്രണ്ട്സിനെയും മെയിൽ ഫ്രണ്ട്സിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മൈന ഫ്രോയിൻറ്റിനെ
അപ്പോൾ ഇത് ഓൾറെഡി ഫെമിനിൻ ആണ്, പിന്നെ പ്ലൂറലും ആണ്. സോ ഇവിടെ മെയിൽ ഫ്രണ്ട് ആണെങ്കിൽ ഇത് പ്ലൂറലാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് മൈന എന്ന് കൊടുത്തിരിക്കുന്നത്. മൈന ഫ്രോണ്ടിനൻ und ഫ്രോയിൻഡ്. ദെൻ ശേഷം കൊഹൻ. കൊഹൻ മീൻസ് ടു കുക്ക്. ദെൻ സബ്ജക്റ്റ് വന്നിട്ടുണ്ട് സുസാമൻ മീൻസ് ടുഗദർ, ഒരുമിച്ച്. ഒരുമിച്ച് ഞങ്ങൾ കുക്ക് ചെയ്യും. അല്ലെങ്കിൽ ഗെയിൻ മീൻസ് ടു ഗോ. ഇൻ പ്ലസ് ദസ് ആണ് നമ്മൾ ഇൻസ് ഷോർട്ടാക്കി എഴുതുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഇഷ് മഹ ഔഹ് ഗെയിൻ സ്പോർട്ട്. അതുപോലെ തന്നെ ഐ ഓൾസോ എൻജോയ് ഡൂയിങ് സ്പോർട്സ്. എനിക്ക് സ്പോർട്സ് ചെയ്യുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ് സ്പീല ബാസ്ക്കറ്റ് ബോൾ. ഐ പ്ലേ ബാസ്ക്കറ്റ് ബോൾ. അതുപോലെ തന്നെ ഐ റൈഡ് ഹോഴ്സസ്. റൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുതിരയെ ഓടിക്കുക എന്ന് പറയില്ലേ, ആ ഒരു വെർബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കും, അതുപോലെ തന്നെ ഇത് ഹോഴ്സ് റൈഡിങ്ങും ചെയ്യാറുണ്ട്. മൈന എൽട്ടൻ ഹാബൻ ഐൻ ഫേഡ്. മൈന എൽട്ടൻ, എൻ്റെ പാരൻസിന് എന്തുണ്ട്, ഒരു കുതിരയുണ്ട്. വൊഹനൻറ്റ, അതായത് വീക്കെൻഡിൽ ഔഫ് ദെയിം സോഫ. വീക്കെൻഡിൽ സോഫയിൽ മീൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈയിങ് ഓൺ ദി സോഫ ഓൺ ദി വീക്കെൻഡ് ആൻഡ് റീഡിങ് എ ഗുഡ് ബുക്ക്. ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ് ടു. വീക്കെൻഡിൽ സോഫയിൽ കിടന്നിട്ട് നല്ലൊരു ബുക്ക് വായിക്കുന്നതും എനിക്കത് വളരെ ഗ്രേറ്റ് ആയിട്ടാണ്, നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. വൊഹനൻറ്റ മീൻസ് വീക്കെൻഡ്. ഇപ്പം ഈ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അല്ലെങ്കിൽ വീക്കെൻഡ് ഈ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഫിക്സ്ഡായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് മോൺടാഗ്, ഫ്രൈറ്റാഗ്, വൊഹനൻറ്റ. ഓക്കെ, സോ വൊഹനൻറ്റ ഔഫ് ദെയിം സോഫ ലീഗൻ, ടു ലൈ, കിടക്കുക. അതാണ് ഇവിടുത്തെ വെർബിൻ്റെ മീനിങ്. പിന്നെ ഗൂട്ടസ് ബുക്ക്, ഈ ലാസ്റ്റ് ES വന്നിരിക്കുന്നത് ഇത് ഏത് ടോപ്പിക്കാണ്, അഡ്ജക്റ്റീവ് എൻഡും ടോപ്പിക്കാണ്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക മനസ്സിലാകാത്തവർ. പിന്നെ ദാസ് ഫിൻഡേഷ് ഔഹ് ടോൾ, എന്താണ്, ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ് ടു. എനിക്കതും വളരെ നല്ലതായിട്ടാണ് തോന്നാറുള്ളത്. ഓക്കെ, സോ ഇതാണ് 4 ടെക്സ്റ്റ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഈ ബേ ലേസൺ സി ദി ടെക്സ്റ്റ് വേർ സ്പ്രിഷ്ട് യൂപ്പർ വെൽഷസ് തീമ ഓട്ട്നൻ സീസോ. അപ്പോൾ ഇതിൽ 5 പേരും 5 കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ആ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആരൊക്കെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒന്ന് സ്പ്രാഹൻ, ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബെറൂഫിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഫാമിലീനെ ഫോക്കസ് ചെയ്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രൈസൈറ്റ് മീൻസ് ഫ്രീ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബെറൂഫ് എന്ന് പറയുന്നത് പ്രൊഫഷനാണ്. ഓക്കെ, സ്പ്രാഹൻ ലാംഗ്വേജസ്, ഫാമിലി, ഫ്രൈസൈറ്റ് ഫ്രീ ടൈം, വോണൻ താമസിക്കുന്നതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അത് A ആണോ B ആണോ എന്ന് ഓരോ ക്യാരക്ടറിൻ്റെ അടുത്ത് നമ്പർ ഉണ്ടല്ലോ. സോ ഇവിടെ ബെൻ A, മരിയ എന്ന് പറയുന്നത് B. സോ നിങ്ങൾ അതുപോലെ ABCD എന്നും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്